പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 3 നോമ്പ് ഇന്ന് തുടങ്ങി ആരംഭിക്കുകയാണല്ലോ അല്ലേ. നമുക്ക് പ്രത്യേകമായിട്ട് ഈ 3 നോമ്പ് നല്ല തീക്ഷ്ണതയോടെ നമുക്ക് നോമ്പൊക്കെ എടുത്ത് 50 നോമ്പിന് നല്ല ഒരുക്കം നമുക്ക് ആരംഭിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 1:23. അവിടെ വചനം പറയാണ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ ശരിക്കും പറഞ്ഞ ആധാരം എന്നുള്ളത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്ന സംശയമല്ലേ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, വചനത്തിൻ്റെ വാഗ്ദാനമാണ് ഇത്. ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. യേശുവിനെ കുറിച്ച് അല്ലേ, ഇമ്മാനുവേൽ പ്രോഫസിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ളതാണ് സംഭവമാണ് അവിടെ പറയുന്നത്. എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ യേശു, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം പ്രിയ സഹോദരങ്ങൾ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. അനേകം മക്കൾ, ഞാനെപ്പോഴും ഓർക്കുകയാണ്, കഴിഞ്ഞ 19 വർഷത്തിൽ ഞാൻ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു സമയത്ത് അവർ പറയും, അച്ഛാ ഞങ്ങൾക്ക് +2 കഴിഞ്ഞ അച്ഛാ ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് കിട്ടി. പ്രൊഫഷണൽ കോഴ്സ് കിട്ടുമ്പോൾ ജോലി കിട്ടി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, മക്കളായി. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ അവരുടെ ആത്യന്തികമായിട്ടുള്ളൊരു സന്തോഷം. ഞാൻ ആദ്യം 10-12 വർഷം മുമ്പ് ഞാൻ കൊച്ചനായിരുന്ന പള്ളികളിലൊക്കെ അന്നൊക്കെ ചെറുപ്പക്കാരായിരുന്നവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവർ, അവരൊക്കെ ഇന്ന് സെറ്റിൽഡാണ് പലരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് അവർക്ക് ജോലിയുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, കാറുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, വലിയ അസ്വസ്ഥതയിൽ ഇപ്പോഴും ജീവിക്കുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് ആത്മശോധന, ദൈവമേ പിന്നെ എന്താ പ്രശ്നം? ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമില്ലായ്മയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ 3 നോമ്പ് ആരംഭിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട്. നമ്മൾ ഓരോ ബലിയിലും, പ്രത്യേകിച്ച് നിങ്ങൾ നന്നായിട്ട് ബലിയർപ്പിച്ചിട്ടുണ്ടായിരിക്കും, നാളെയും മറ്റന്നാളൊക്കെ നന്നായിട്ട് ബലിയർപ്പിച്ച് ദൈവമേ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.